നാം കടന്നു ചെല്ലുമ്പോൾ ദൈവം നമ്മെ ശുദ്ധമാക്കുവാൻ അവൻ അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരുന്നു. മനുഷ്യര് മാനസികമായിട്ട് സ്വസ്ഥത പ്രാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരോടോ പറഞ്ഞു പോയതുകൊണ്ട് അല്ലെങ്കിൽ എവിടെയോ ജനിച്ചു പോയതുകൊണ്ട് ഒന്ന് വരുന്ന 6-ാം അധ്യായത്തിൽ പറയാം. അതിനകത്ത് പറയുന്നത് നിങ്ങൾ 12-ാം അധ്യായത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങൾ നടത്തിയതുപോലെ ഭൂമിയുടെ അടുത്ത് പോകുക പതിവായിരുന്നു. നിങ്ങളുടെ കുറ്റമല്ല. ജനിച്ചു പോയി ഏതോ ഇടത്ത് ജനിച്ചു, അത് കാരണം അവരൊക്കെ നടന്നപോലെ നടക്കുവാനിടയായിട്ടിരുന്നു. ഇപ്പോൾ പ്രബുദ്ധിയായി തീർന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ മാറി കർത്താവിലേക്ക് അടുക്കേണ്ട സമയമാണ്. തേജസ് പകരുന്ന ഒരു ദൈവമുണ്ട്, തേജോമയനായ ഒരു ദൈവമുണ്ട്, സൂര്യനെയും ചന്ദ്രനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ തക്കോണം കർത്താവിനെ വിളിച്ചു പറഞ്ഞിട്ടല്ലോ. ദൈവകൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കാം. ഈ ദൈവതേജസ് അനേക മഹാത്മാക്കൾ കാണുവാനിടയായിത്തീർന്നു. പുരാതന കാലത്ത് ജീവിച്ചിരുന്ന അനേക പ്രവാചകന്മാര് ദൈവമനുഷ്യരൊക്കെയും കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. പരിശുദ്ധ തിളക്കത്തില് ഈ ദൈവകൃപ അനുഭവിപ്പാനിടയായിത്തീർന്നു. മോശയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ആമേൻ, മുൾപ്പടർപ്പ് ഞാനിങ്ങനെ ആടിനെറ്റിട്ട് പോവുകയായിരുന്നു. വർഷങ്ങളോളം ആടിനെറ്റിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചാണെന്ന് അറിയാമോ? ആകെ ഒരു ബോറടി വന്നതാണ്. നമ്മൾ പലപ്പോഴും ജോലിയൊക്കെ പ്രധാനം ചെയ്തിട്ട് തോന്നുന്നു. ഒരു നിത്യത്തിലുള്ള അഭ്യാസം എന്നൊക്കെ പറയാണ്ട് ആകെ ഒരു ബോറടി. ജപ്പാനില് ഏതാണ്ട് 30 വർഷം മുമ്പുള്ള ഏറ്റവും വലിയ തൊഴിൽ ദുരന്തം വരുന്നത്. മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ബോറടിക്കുന്നു. പിന്നെ അവർ ചെല്ലുന്നുണ്ട് രാവിലെ എക്സസൈസ്. നമുക്കറിയാം മാരിനെ കുറിച്ചൊക്കെ പഠിക്കാനറിയാം. പിന്നെ രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് യൂണിഫോം കൊടുത്തിട്ട് രാവിലെ എക്സസൈസും കുത്തിയും വെള്ളമൊക്കെയാണ്. ഇത് അവർക്കൊരു ഗുണം വരാൻ വേണ്ടി. ഇങ്ങനെ ബോറടിയായി താനിങ്ങനെ സ്തോത്രാമെന്നാൽ ദൈവത്തിന്റെ പർവ്വതമായ ഓരോ പോലും ചെല്ലുവാനിടയായിത്തീർന്നു. നിന്റെ ബോറടി മാറുവാൻ, നിന്റെ ജീവിതത്തിലെ ശൂന്യത മാറുവാൻ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുവാൻ, നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറുവാൻ നീ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് ചെന്നാൽ മാത്രമേ മതിയാകുകയുള്ളൂ. ഇത് മോശയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ ആട്ടിനെത്തിയിട്ട് എവിടെ ചെന്നു? ദൈവത്തിന്റെ പർവ്വതമായ, അവിടെ പ്രത്യേകിച്ച് ദൈവത്തിന്റെ പർവ്വതമായ ഓരോളം ചെല്ലുവാനിടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ ഉള്ളങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. മോശയ്ക്ക് വേണമെങ്കിൽ സ്വപ്നത്തിലെ ദൈവത്തിന് വെളിപ്പെടുത്താമായിരുന്നു. ദൈവത്തിന് വേണ്ടി മോശയോട് നേരിട്ട് ആജ്ഞാപിക്കാമായിരുന്നു. മോശയുടെ മുമ്പിലുള്ള ദൂതനെ അയച്ച് ലെഫ്റ്റ് റൈറ്റ് പോയി ഒഴിവാടാന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോകാമായിരുന്നു. ഇതൊന്നും ചെയ്തില്ല. അവൻ എന്ത് ചെയ്ത? ഒരു മുൾപ്പടർപ്പ് കത്തുവാനായിട്ട് തുടങ്ങി. ഒരു മുൾപ്പടർപ്പ് കത്തുന്നതായിട്ട് തന്നെ ദൃഷ്ടിയിൽപ്പെടുവാനിടയായിത്തീർന്നു. താൻ എന്ത് ചെയ്യുന്നറിയാമോ? അതിനുള്ള അടുത്ത് എന്താണെന്ന് നോക്കുവാൻ എനിക്ക് താല്പര്യം തോന്നി. ഒരാരാധനകൾ ദൈവദേശത്ത് വെളിപ്പെടുന്ന ഇടത്ത് ആമേ അതിലേക്ക് അടുത്തു വന്ന് ആകർഷിക്കപ്പെട്ട ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എവിടെയോ ഏതോ ദേശത്തെന്നോ അവൻ ഇങ്ങനെ ഒരു ആരാധനയിലേക്ക് ദൈവം നമ്മെ വിളിച്ചടുപ്പിച്ചത് കൊണ്ടാണ് നാം എന്ന ഇതിന്റെ മധ്യത്തിലായിരിക്കുന്നത്. രക്തം ജയമെടുക്കുന്നു. ദൈവം അവൻ സ്വർഗത്തിലേക്ക് കണ്ടിട്ടുള്ളവരെ ആരാധനയിലേക്ക് അടുപ്പിക്കുന്നത് യാദൃച്ഛികമല്ല. ഈ ദൈവിക സത്യം ഇന്ന് ഈ ദൈവത്തെ വിളിച്ചു പറയുവാൻ ഞാൻ കർത്താവ് കണ്ടപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. മാതാപിതാക്കളോ സഹോദരി സഹോദരങ്ങളോ കൂട്ടുകാരോ ഒക്കെ മുഖാന്തരമായി അവൻ ദൈവസഭയുടെ ആരാധനയിൽ കടന്നു വന്നപ്പോൾ മോശയുടെ എന്താ കാണുന്നത്? ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ ചെന്നപ്പോൾ എന്ത് സംഭവിക്കാനിടയായിത്തീർന്നു? മുൾപ്പടർപ്പ്. യഹോവയുടെ ദൂതൻ മുൾപ്പടർപ്പിന് നടുവിൽ നിന്ന് പ്രത്യക്ഷനായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുവാനിടയായിത്തീർന്നു. അവൻ എന്താണ് ഈ അഗ്നിജ്വാല? നിന്നെ ശുദ്ധീകരിച്ചിട്ട് എന്റെ അടുക്കിലേക്ക് കടന്നു വരാൻ പറ്റത്തുള്ള പ്രത്യേകം പറയുന്നതാണ്. ആമേൻ സ്തോത്രം. ആരുടെയെങ്കിലും താടിക്ക് ആമേൻ സ്തോത്രം തീ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ശുദ്ധീകരണം പ്രാപിക്കാതിരിക്കുമോ? സ്തോത്രം. വൈക്കോത്തൂരിനൊക്കെ തീ പിടിച്ചു കഴിഞ്ഞാൽ കടലുണ്ടോ? ശിവൻ കടലാസ് കത്തുവാനും കത്തിപ്പോകും. വീടുകൾക്കൊക്കെ തീ പിടിച്ച് നമ്മൾ പലപ്പോഴും ടിവിയിലും അവിടെ ഇവിടെയൊക്കെ പലതും ന്യൂസിലൊക്കെ കാണും. തീ പിടിച്ചു കഴിഞ്ഞാൽ പട്ടണങ്ങൾ കത്തിപ്പോകും, ഗ്രാമങ്ങൾ കത്തിപ്പോകും, ദേശങ്ങൾ കത്തിപ്പോകും, ഭവനങ്ങൾ കത്തിപ്പോകും, ആൾക്കാർ കത്തിച്ചാമ്പലാകും. എന്നാൽ ഈ അഗ്നിജ്വാല ഈ മനുഷ്യനെ ദഹിപ്പിച്ചില്ല. ദൈവദേശത്ത് കാണുവാനായിട്ട് വെമ്പിക്കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ ഒരനർത്ഥം ഈ വിഷയത്തിൽ സംഭവിക്കത്തില്ല. കർത്താവിന്റെ അടുക്കലേക്ക് വന്നു എന്ന് വിചാരിച്ചിട്ട് അവന് ഭയം തോന്നിയില്ല. സാധാരണ നമ്മള് അവിടെ ഒരു കെട്ടിടം കത്തിക്കൊണ്ടിരിക്കുന്നു, ഒരൊറ്റ ഇഷ്ടി പോലും ചുമക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പെയിന്റ് പോലും ഇളകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഓല പോലും കത്തുന്നില്ലെന്ന് പറഞ്ഞാൽ ഭയപ്പെടുവാനിടയായിത്തീരും. നല്ല ലേശം ഭയമില്ല. ഇവൻ അടുത്തില്ലാണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത് ചെന്നപ്പോൾ അവനപ്പം കാമ്പലൊക്കെ തോന്നി. കാരണം ഏകനായിട്ട് അവിടെ ഇരിക്കുന്നത്, ദൂതനാണ് പ്രത്യക്ഷനായിരിക്കുന്നത്. ഇത് സ്വർഗീയമായ ഒരു അനുഭവമാണ് തോന്നിക്കഴിഞ്ഞപ്പോൾ അവൻ തന്റെ അവസ്ഥയെ കുറിച്ച് തീരു വരുവാൻ. അവൻ പേടിച്ചു പോയത് അവിടെ കിടന്നുകൊള്ളാൻ വേണ്ടിയല്ല. അവൻ പേടിച്ചു എന്തുകൊണ്ടാ? രക്തം ജയമെടുക്കുന്നതിന് വേണ്ടിയാ അവൻ പേടിച്ചു പോയത്. തന്റെ അവസ്ഥയെ ഓർത്ത്, തന്റെ അവസ്ഥ മനസ്സിലാക്കി ദൈവം പറയുന്നു, മോശേ നീ അടുത്തു വരരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ പഴയ ജീവിത രീതികളുമായിട്ട് ദൈവത്തിന്റെ ഇതിലേക്ക് അടുക്കുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല.
പാരമ്പര്യമായിട്ടോ പഴക്കമായിട്ടോ തഴക്കമായിട്ടോ ഇങ്ങനെ എൻ്റെ ഒരു ശീലമാ, ഞാൻ പണ്ട് വലിക്കുമായിരുന്നതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ അങ്ങ് ദൈവസഭയിലോട്ട് പോകാൻ നടക്കത്തില്ല. വല്ലപ്പോഴും ഇതിലൊക്കെ അടിക്കും കൂട്ടുകാരുടെ കൂടെ നടക്കത്തില്ല. സ്തോത്രം. ആമേൻ ആമേൻ. മോശയോട് ദൈവം പറയുന്നു, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ നടപ്പ് മാറ്റുക, നിന്റെ നടപ്പ് മാറ്റുക. നിന്റെ തോന്നിയാസം നടക്കത്തില്ല. അവിടെ നിന്റെ ചിന്താഗതിയെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ദർശനം തരിക എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് മോശയെ വിളിക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ അഭാവപ്പെടുന്നു. ദൈവദേശത്തിന്റെ ഒരു 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 ഭാഗം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് വിടുക. എന്താകും ഏതാകും എന്നറിയാതെ തന്റെ ഭാവിയെ കുറിച്ച് ഒരു ഊഹമില്ലാതെന്ന് മോശയെ ദൈവദേശത്ത് കാണിച്ചു കൊടുത്തിട്ട് അവൻ ലക്ഷ്യങ്ങളെ നയിക്കുന്ന ഇടയനാക്കി തീർക്കുവാൻ ഇടയായി. 600,000 ആകുന്ന പുരുഷ സ്വതൻ കൂട്ടത്തെ നയിച്ചാണ്. മരുഭൂമിയിലെ ഏറ്റവും വലിയ സഭയായിരുന്നു. നയിപ്പാൻ ഇടയായി തീർന്നു. അമേത്തോട് ഏതെങ്കിലും ബന്ധത്തിൽ ആകാംക്ഷ കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ ഉണ്ടെങ്കിൽ ഭവനത്തെ കുറിച്ചോ വീടിനെ കുറിച്ചോ അമേത്തോട് ദൈവകാര്യത്തെ കുറിച്ചോ നിന്റെ ജീവിതത്തെ കുറിച്ചോ ഫൈനാൻസിൽ ഏത് ആകാംക്ഷ ഉണ്ടെങ്കിലും കർത്താവ് മാറ്റുന്ന ദൈവം. ഏത് വിഷയത്തിലാണ് വെളിച്ചം വീശാത്തത് ആ വിഷയത്തിന്മേൽ വെളിച്ചം വീശുന്ന ദൈവമാണ്. മോശം വിചാരിച്ച് ഇത് വിട്ടുകൊണ്ട് പോയപ്പോഴത്തെ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് നല്ല കാര്യമായിട്ട് ചിലപ്പൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവൻ പോയി എവിടെയെങ്കിലും വലിയ കുറിച്ച് വിട്ടിട്ട് അനാവശ്യമായിട്ട് വന്നാണല്ല. സ്തോത്രം. വിശുദ്ധവൻ അവന് പറ്റുന്ന രീതിയിലൊക്കെ ഒരുമാതിരി വൃത്തിയായിട്ടൊക്കെ പോയ പുള്ളിയാ. ദൈവത്തിന്റെ പർവ്വതം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചപ്പം തീരെ വെളിവീടി വരത്തില്ല. എനിക്ക് തോന്നുന്നു കൈ കാലമൊക്കെ കഴിയോ മുഖമൊക്കെ കഴിയോ ഒരുമാതിരി സമാന്തരമായിട്ടൊക്കെ പോയതായിരിക്കും. അങ്ങനെ എന്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ദൈവം പറഞ്ഞു, മോശേ നീ കേൾക്കുന്നത് സ്ഥലം എന്താണ്? വിശുദ്ധ ഭൂമിയാകിയാൽ കാലുകൾ ചെരുപ്പ് അഴിച്ചു. ആർക്കെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടാൻ പറ്റുന്നത്, ദൈവസ്ഥാനത്തെ അനുസരിക്കാൻ പറ്റുന്നത്, പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ബോധിക്കാൻ പറ്റുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ആമേൻ. ലോർഡ് സ്പീക്സ് ടു യു ടു. ഏത് ചെരുപ്പാണ് നിന്റെ കാലം അഴിച്ചു കൊടുക്കുന്നത്? അവൻ അഴിക്കും. രക്തം ജയം എടുക്കും. ഏത് ചെരുപ്പാണ് നിങ്ങളുടെ കാലം അഴിച്ചു കളയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് രാത്രികാലം കർത്താവെ അത് അഴിച്ചു കളയുവാൻ ഞാൻ സന്നദ്ധാണെന്ന് പറയുമ്പോൾ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. സോ അഡമറ്റ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവനോട് നേരത്തെ പറഞ്ഞു തുടങ്ങിയാൽ പോരായിരുന്നു. ഇവനോട് പറഞ്ഞില്ല ഞാൻ എൻ്റെ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി നിന്നെ കണ്ടിരിക്കുക, നീ മരുഭൂമി കൂടെ തിരിച്ച് അങ്ങോട്ട് പോകണം, ഫറവോന്റെ നീ ഉറപ്പിക്കാൻ പോകുന്നും പറഞ്ഞില്ല. ഇത് അങ്ങോട്ട് മാറി ദൈവം മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അവനെ കാണിച്ചു കൊടുക്കുവാൻ ഇടയായിരുന്നു. ദൈവിക കാര്യങ്ങൾ പരിചയം തരണമെങ്കിൽ പരിചയം പ്രാപിക്കണമെങ്കിൽ ദൈവം പരിചയം തരണമെങ്കിൽ ഒരു കാര്യം കൂടിയേ തീരൂ. ചെറു ചെരുപ്പുകളൊക്കെ അഴിച്ചു മാറ്റുകയും മതി അതുപോലെ കിട്ടും. സ്തോത്രം. പിന്നെ നമുക്കറിയാം വടിയുടെ ഒരു ചരിത്രമുണ്ട്. പിന്നെ അതേ ചരിത്രമുണ്ട്, കൈയുടെ ഒരു ചരിത്രമുണ്ട്. എന്തായിരുന്നാലും സ്തോത്രം മോശ അവൻ സ്തോത്രം അവൻ വടി അവൻ തലതിരിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു. ദൈവം നേരെ പിടിക്കാൻ അവനെ സഹായിച്ചു. 2 സ്തോത്രം ഹല്ലേലൂയ. അവൻ ആത്മാർത്ഥതയോടെ വടി പിടിച്ചിരിക്കുന്നത്, അതവന് താങ്ങായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. പലരും പറഞ്ഞു എന്താ മതം മനുഷ്യനെ മുടക്കുന്ന അവൻ കൈപ്പാന്ന് പറഞ്ഞു, ചെല്ല് പറഞ്ഞു, കറപ്പാന്ന് പറഞ്ഞു, ചെല്ല് പറഞ്ഞു, എന്താണ് എന്താ മതം ഊന്നോടിയാന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. തിരിച്ചാണെങ്കിൽ അവൻ ഈ ദൈവത്തെ തിരിച്ചു പിടിക്കുന്നു. ഹല്ലേലൂയ. ഏതെങ്കിലും മതം പിടിച്ചാൽ കുറ്റി പിടിച്ചോണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാട്ടെ മോശത്തിന്റെ കാര്യങ്ങളിരിക്കുന്ന എന്താണ് വായിച്ചാട്ടെ, മുമ്പോട്ട് വായിച്ചു വാ. സബ്ജക്റ്റിലേക്ക് വരട്ടെ. സ്തോത്രം. യഹോവ അവനോട് എന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? ഒരു വടി എന്ന് അവൻ പറഞ്ഞു. മോശക്കിനെ ചിരിച്ചു കാണും. എന്നാൽ എത്ര വിനയത്തോടെ പറഞ്ഞു. എന്തുവാ കണ്ണു കാണത്തില്ലേ വടിയല്ലയോ? പിള്ളേരോട് പോലും ഇപ്പൊ ചോദിക്കാൻ പറ്റും. ചോദിച്ചാൽ എന്തോ ചോദിക്കും? അറിയത്തില്ല. ക്ലാസ് കയ്യിലിരിക്കുന്നത് വേറെ എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്? ഞാൻ ഒരു പെൻസിലാണോ പിടിച്ചിരിക്കുന്നത്? ഒരു കയ്യിലെന്തോന്ന് ചോദിച്ചു കേൾക്കുന്നത്. സ്തോത്രം. മോശ ഇതൊന്നും ചോദിച്ചില്ല. ദൈവത്തിന് കണ്ണു കാണാഞ്ഞിട്ടാണോ? ദൈവത്തിനോട് ഡയലോഗ് പറയുവാൻ, ദൈവത്തോട് ശാന്തതയോടെ സംസാരിക്കുവാൻ, ദൈവത്തോട് ആവശ്യങ്ങൾ പറയുവാൻ, ദൈവത്തോടെ കുറവുകൾ പറയുവാൻ, ദൈവം തുറന്ന് മനസ്സിലേക്ക് ദൈവത്തിന്റെ പ്രമാണം എഴുതുവാൻ അവന്റെ വായ തുറക്കേണ്ടത് ആവശ്യമായിരുന്നു. അവിടെ കൊച്ചു വർത്തമാനം ചോദിച്ചു. കിണറ്റക്കരയിൽ ഒരു സമരിയ സ്ത്രീ വന്നപ്പോൾ അവൻ അവിടെ വായ തുറക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്റെ വായ തുറക്കുന്നത് ദൈവത്തിന് ആവശ്യമായതുകൊണ്ട് അവൻ നമ്മുടെ ചില രീതിയിലൊക്കെ ഇടപെടുവാനിടയായി തീരും. രക്തം ജയമെടുക്കുകയോ വാ തുറന്നു കിട്ടിയ ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനോട് വായ തുറക്കുന്ന, കർത്താവിന് വേണ്ടി ഉപകരണങ്ങളെ വായിക്കുന്ന, കർത്താവിന് വേണ്ടി പാടുന്ന, ആരാധിക്കുന്ന, കർത്താവിന് വേണ്ടി ജനത്തിന് വേണ്ടി ഇടിക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുകയോ. അതൊരു കിണറ്റക്കരായാലും സ്ത്രീയോട് യേശു എന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചു? കുടിക്കാൻ കുറച്ച്. യേശു നന്നായിട്ട് ടേബിൾ അടിക്കാൻ ഇവിടെ കാണുന്നവരോടൊക്കെ തർക്കത്തിനും പറഞ്ഞുകൊണ്ടെടുത്ത് യേശുവിനോട് എന്തോ പറഞ്ഞു? ഞാൻ സമരിയക്കാരി നീനോട് വെള്ളം ചോദിക്കാൻ നീ ആരാ? യഹൂദന്മാർ സമരിയക്കാരൻ തമ്മിൽ ഭയങ്കര ഉടക്കാണ്. നല്ല പാട്ടാണ്. ആ കാലത്ത് എത്ര വർഷം മുമ്പ് ഇറ്റ് വാസ് വെരി ഗുഡ് സോങ്. എന്താ നട്ടിച്ച നേരത്തെ നമ്മുടെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാട്ട് ആ കാലത്ത് കേട്ടോണ്ടിരുന്നു.
ലാലാ പാടി നടക്കുമ്പോൾ ഇതിന്റെയൊക്കെ പുറകിൽ ചരിത്രമുണ്ട്. അമേ കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അവളെ യേശുവിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. യേശു സ്വർഗത്തിലെ മാർമിക സത്യങ്ങള് അവളുടെ മനസ്സിലേക്ക് പകരുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. യേശു പറയുന്നു, ഞാൻ ജീവന്റെ സ്തോത്രം, ഹല്ലേലൂയ, ജലമാ, എന്നെ പോയി കുടിക്കുന്ന ഒരുത്തിനും ദാഹിക്കത്തില്ല. ഞാൻ പറയുന്ന കേട്ട് അനുസരിക്കുന്നവർക്ക് ആർക്കുമേ ജീവിതത്തില് രക്തം ചെയ്യും. ഞാൻ മുമ്പോട്ട് വരും. ഞാൻ പറഞ്ഞത് കർത്താവ് മനുഷ്യരോട് ഇടപെടുന്ന വിധങ്ങളാണ്. ഇന്നത്തെ ദിവസത്തിലേക്ക് ഞാൻ കടന്നു വരിക. സ്തോത്രം. ഈ ദൈവം മറഞ്ഞിരിക്കാത്ത ദൈവമാണ്. ഈ ദൈവം മങ്ങിപ്പോകാത്ത ദൈവമാണ്. നമ്മുടെ കണ്ണ് മങ്ങിപ്പോയവരോട് ദൈവത്തിന്റെ കണ്ണ് മങ്ങുകയില്ല. ആരെങ്കിലും ദൈവത്തിന്റെ കണ്ണ് മങ്ങിപ്പോയെന്നും പറഞ്ഞ് അങ്ങനെ ചെയ്തേക്കാം എങ്ങനെ ചെയ്തേക്കാൻ ദൂരം ധരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് മാത്രം നടക്കും. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ അടുത്ത് മാത്രം നടക്കത്തില്ല. പിന്നെ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, സത്യദൈവമാണ്, ഏകസത്യ ദൈവമാണ്. എന്നോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഏകസത്യ ദൈവമാണ്. ഹല്ലേലൂയ. Again coming back. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നീ സ്തോത്രം. ഹല്ലേലൂയ. മറഞ്ഞിരിക്കാത്ത ദൈവമാണ്. മരുഭൂമിയിൽ വെച്ച് ഹാഗാർ ഓടിപ്പോകാനായിട്ട് നോക്കുക. ആരാ? യജമാനെ വിട്ട് ഓടിപ്പോകാനായിട്ട് നോക്കുക. തന്റെ കുഞ്ഞിനെ കൊണ്ട് ഓടിപ്പോകാനായിട്ട് നോക്കുക. മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോൾ യഹോവ പ്രത്യക്ഷനായി എന്നിട്ട് ചോദിച്ചത്, ഹാഗാറേ നീ എങ്ങോട്ട് പോകുന്നു? അബ്രഹാമിന്റെ ദാസിയായ ഹാഗാറേ നീ എവിടേക്ക് പോകുന്നു? പറഞ്ഞാന് മതിയായ യജമാനത്തെ എന്നെ പീഡിപ്പിച്ച് നാശമാക്കി, ഞാൻ അതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ പോവാ. അങ്ങനെ ആരെങ്കിലും സൈകട്ട് ഓടിപ്പോകാൻ പോകുന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞു, നീ മടങ്ങിപ്പോയി അടങ്ങിയിരിക്കുക. വളരെ ക്ലിയർ ആയിട്ടില്ല എന്നോട്, നീ മടങ്ങിപ്പോയി അടങ്ങിയിരിക്കുക. ഇത് കണ്ടിട്ടുണ്ടോ? ഇതേ തന്നെ 69 ജനത്തിൽ 69. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. പശ്ചിമബംഗാളിൽ പറഞ്ഞ് മടങ്ങിച്ചെന്ന് അടങ്ങിയിരിക്കുക. മടങ്ങിച്ചെന്ന് അടങ്ങിയിരിക്കുക. എന്നിട്ട് പ്രാർത്ഥന, അവർക്ക് വലിയ പ്രാർത്ഥനാ വിഷയമുണ്ട്. ഈ ദുരിതത്തിൽ നമുക്ക് എങ്ങനെ മതിയാകുള്ളൂ? ദൈവം പറഞ്ഞ് മടങ്ങിച്ചെന്ന് അടങ്ങിയിരിക്കുക. ഇതേ ദൈവം തന്നെ വീണ്ടും 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 10-ാം വാക്യം ആയപ്പോഴത്തേക്ക് പ്രത്യേകമായിട്ട് എന്ത് പറയുന്നു? അബ്രഹാമിനോട് പറയുന്നു, ഇവിടെ ഇറങ്ങിപ്പോകാൻ പോവാന്നോ? ഇതേ ദാസിയെയും മകനെയും 4 അധ്യായം കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്താക്കി കളയാൻ ദൈവം പറഞ്ഞു. സ്തോത്രം. തന്റെ ജനത്തിന് അവകാശം വിഭാഗിക്കേണ്ടതിനായി, തന്റെ ജനത്തിന് വേണ്ടി നന്മ തരേണ്ടതിനായി ചിലത് നിങ്ങൾക്ക് പുറത്താക്കി കളയുന്ന കമ്പനികളിൽ നിന്ന്, നിങ്ങളുടെ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ പുറത്താക്കി കളയുന്ന ജീവിതം. ഒരു ചൈതന്യം പ്രാപിക്കണേ. നമ്മുടെ കൂട്ടുകെട്ട് ചിലതൊക്കെ പുറത്തായി ലോകപരമായ ചില കൂട്ടുകെട്ടുകള്, ചില ഇൻട്രസ്റ്റുകള്, ചില സമയം പോക്കുന്ന രീതികള് ഒക്കെ പുറത്തായെങ്കിലേ അവൻ ദൈവത്തിന്റെ വചനം ഉള്ളിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇറ്റ് ഓൾ കോൾസ് ഫോർ ടൈം, മെനി തിങ് കോൾസ് ഫോർ മണി. ഇതൊക്കെ നമ്മൾ കർത്താവിനോട് ചലഞ്ച് വെക്കുകയും മാറ്റി വെക്കുകയും ചെയ്തെങ്കിൽ നമുക്ക് ഇതൊക്കെ പ്രാപിക്കാനും പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരോഗ്യം ദൈവം തരും, അവസരം ദൈവം തരും, സമയം ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. 24 hours യാതൊരു വ്യത്യാസവുമില്ലാതെ, പണ്ഡിതനെന്നില്ല പാമരനെന്നില്ലാതെ, ധനവാനെന്നില്ല ദരിദ്രനെന്നില്ലാതെ, കർമ്മനെന്നില്ല വെളുമ്പനെന്നില്ലാതെ, സുഖാമൻ വടക്കുള്ളവൻ തെക്കുള്ളവനെന്നില്ലാതെ അവൻ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ എന്തോ തന്നിട്ടുണ്ട്? 24 hours. സ്തോത്രം. അതുകൊണ്ട് സമയം ഉണ്ടാക്കി ദൈവവചനം കേൾക്കുക, ദൈവത്തിലേക്ക് കടന്നു വരിക. ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ കടന്നു വരുന്നു. അവൻ മറഞ്ഞിരിക്കാത്ത ദൈവം. ഹാഗാറപ്പം ദൈവത്തിനോട് ചോദിക്കുന്നു, എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കണ്ടു. എന്നെ കണ്ടവനെ ഞാൻ ഇവിടെയും കണ്ടു. ഹല്ലേലൂയ. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. നമുക്കിപ്പോ നല്ല പരിചയമുണ്ട്. എന്താ? ദൈവത്തെ എന്നൊന്നും കണ്ടു. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് ദൈവം മറഞ്ഞിരിക്കുന്നു. സ്വന്തം അപ്പച്ചന് ഒരു മോൻ നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരു മൊബൈൽ കൊണ്ടു കൊടുത്തു. എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പച്ചൻ അവിടെ പോയപ്പോഴത്തേക്ക് ബസ്സങ്ങ് പോയി. മോന്റെ വണ്ടി അവിടെ കൊണ്ട് വീട്ടില്. പക്ഷേ വണ്ടി പോയാൽ വിളിക്കണമെന്നാ പറഞ്ഞത്. അപ്പച്ചൻ ഇത് പിടിച്ച് അന്നേരം ഞെക്കി നോക്കിയാൽ പറ്റുമോ? പ്രാർത്ഥന, ദൈവത്തിന്റെ വചനം അത് ഉപയോഗിക്കുന്നതിന് പരിചയമില്ലെങ്കിൽ അവന്റെ ജീവിതത്തിലുള്ള പ്രയോജനം വളരെ രക്തം ജയമെടുക്കും. അതുകൊണ്ട് അവസരം കിട്ടുമ്പോൾ കണ്ടെത്താവുന്ന കാലത്ത് യഹോവയെ വിളിച്ചപേക്ഷിപ്പീൻ. പിന്മഴയുടെ കാലത്ത് മഴയ്ക്ക് വേണ്ടി അപേക്ഷിപ്പീൻ. യഹോവ ധാരാളം മഴ നൽകുന്നുണ്ടല്ലോ, ഒരു കുറവുമില്ല. വീണ്ടും ഞാൻ മടങ്ങി വരുന്ന ദൂതിലേക്ക് 1 തെസ്സലോനിക്കർ 5-ാം വാക്യത്തിൽ സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവിൻ നിന്നെ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ആത്മാവില് അവൻ പ്രകാശം നൽകിയിരിക്കുന്നു. ദൈവസഭയ്ക്ക് ദൈവത്തിന്റെ അനുഗ്രഹമായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കൾ പകലിന്റെ മക്കളുമാകുന്നു. ആരെങ്കിലുണ്ട് വെളിച്ചത്തിന്റെ മക്കൾ? എന്താ പകല് ജനിച്ചവരല്ല. ഞാനാണെങ്കിൽ എനിക്ക് വെളുപ്പാങ്കളെ 4 ഞാൻ ജനിച്ചെന്ന് കേട്ടിട്ടുണ്ട്.
പലരുടെയും ജനനസമയം പോലും പലർക്കും ഇപ്പോഴേ അറിയത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ആ സമയം ആകുമ്പോൾ ദൈവം ജനിപ്പിച്ച് കയറി. ഇപ്പോഴാണെങ്കിൽ നേഴ്സിനും ഡോക്ടറെ ഒക്കെ സൗകര്യമുള്ളൂ. അപ്പം നമ്മളാണ് സമരമൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട, ഒരു ദിവസം കഴിഞ്ഞൊക്കെ സ്വതന്ത്രം ഇതൊന്നും പറഞ്ഞിട്ട് എന്റെ ബസ്സേരോ പ്ലെയിനോ എവിടെയും ആയിരിക്കും. പക്ഷെ ദൈവം പറഞ്ഞ സ്വതന്ത്രം ആ പകലും വിളിച്ചതല്ല. സ്തോത്രം പറഞ്ഞിരിക്കുന്നത് അന്ധകാരത്തിലുള്ള അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചു ഒരുവൻ, ഈ ദൈവതേജത്തിലേക്ക് വിളിച്ചു, ഈ ദൈവകൃപയിലേക്ക് വിളിച്ചു. നീ എന്ന് ജനിച്ചോ? 1947 ആണോ നിന്റെ ജനന തീയതി? 1952 ആണോ? 1993 ആണോ? ഇതൊന്നും ദൈവത്തിന് അറിയണ്ട. ദൈവത്തിന് അറിയേണ്ടതായിട്ട് ഡ്യൂട്ടിസെന്റ് ചെയ്യും. ദൈവം പറഞ്ഞ അനുസരിച്ചുവോ? നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കൾ. അതിനകത്ത് നിങ്ങളെല്ലാം വെളിച്ചത്തിന്റെ കുഞ്ഞു ബേബി മക്കളും. അങ്ങനെ കുറച്ച് പേര് വെളിച്ചത്തിന് വീട്ടിൽ കാരണവന്മാരെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും പറഞ്ഞാൽ ഞാൻ വെളിച്ചത്തിന് പറ, ഞാൻ വെളിച്ചം സ്വർഗത്തിൽ നിന്ന് വന്ന കർത്താവായ യേശു ക്രിസ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് യേശു പറഞ്ഞു. ലോകത്തിലുള്ള ഒറ്റ മഹാന്മാർക്ക് പറയാൻ പറ്റിയില്ല. സ്തോത്രം. ലോകത്തിലുള്ള ഒറ്റ മഹാന്മാർക്കും ഏത് ബുദ്ധിമാന്മാർക്കും അവൻ ഏത് സ്തോത്രമാറ്റവൻ ഏത് കണ്ടുപിടുത്തക്കാർക്കും ശാസ്ത്രജ്ഞർക്കും nobody could claim that ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. സ്തോത്രം. ജോൺ 8:12 യേശു പറയുന്നുണ്ട്. യേശുവിന്റെ അവകാശവാദത്തിൽ പറയുന്നതാണ് ഞാൻ ലോകത്തിന്റെ. യേശു പറഞ്ഞു ഞാൻ ജീവന്റെ അപ്പം. ആർക്കും പറയാൻ പറ്റില്ല. താൻ അപ്പോഴോട് നല്ല പറഞ്ഞു ജീവന്റെ അപ്പം. യേശു അവനെ കുറിച്ച് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ആർക്കും പറയാൻ പറ്റിയില്ല അല്ലെന്ന്. സ്തോത്രം. എന്റെ അടുക്കൽ വരുന്നവർക്ക് ഞാൻ നിത്യജീവനെ കൊടുക്കുമെന്ന് പറഞ്ഞു. അവൻ കൊടുക്കുകയും ചെയ്തു. അവൻ തന്നും ഇരിക്കുന്നു. നമ്മളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കൾ. We are children of God. സ്വർഗത്തിലേക്കും സ്ഥിരമായി എഴുതപ്പെടുന്ന ദൈവത്തിന്റെ വചനം. അതിനെ 119:89 യഹോവയുടെ വചനം സ്വർഗത്തിലേക്കും സ്ഥിരമായിരിക്കുന്നു. ഭൂമിയിൽ എഴുതപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അനുസരിച്ചത്. ദൈവകൽപ്പന അനുസരിക്കുക വഴി പ്രിയ ദൈവവൈദ്യരെ, പ്രിയ ക്രിസ്ത്യാനിയെ, ക്രിസ്തുവിന്റെ അനുയായിയെ, ക്രിസ്തുവിന്റെ പ്രമാണപ്രകാരം നടക്കുന്നവളെ, യുവർ ഫോർച്യുനേറ്റ്. നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവതിയാണ്. കാരണം എന്താണ്? ആത്മാവിനൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം പറഞ്ഞത് കേട്ട് അവൻ അതിനൊരു തൃപ്തി വരുത്തുവാൻ വേണ്ടി നീ ശ്രമിച്ചോളൂ. ഹല്ലേലൂയ. സ്തോത്രം. ചൊറിമാറാനും ജനങ്ങൾ മാറാനും രക്ഷപ്പെടുവാക്കാനും വേണ്ടിയല്ല സ്നാനപ്പെട്ടത് ദൈവകൽപ്പനയായതുകൊണ്ടാണ്. ഡൽഹിക്ക് പോകാൻ വേണ്ടി 135 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ജയജീവനത്തിൽ കയറുന്നത് സ്തോത്രം രക്ഷപ്പെടുവാനൊന്നും വേണ്ടിയല്ല, അവിടെ പോകാൻ വേണ്ടി. ഇന്ത്യൻ നിയമം അതായതുകൊണ്ട് ഇപ്പോഴൊക്കെയാണ് 5000 രൂപയൊക്കെ ഫൈൻ എന്ന് കേട്ടത്. പണ്ടൊക്കെ ആണെങ്കിൽ പിടിച്ച ഡബിൾ ടിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം. പറഞ്ഞു വന്നത് അവൻ ദൈവ കൽപ്പനയായതുകൊണ്ടാണ് നമ്മൾ അനുസരിച്ചത്. ഈ കൽപ്പന ഭൂമിയിൽ എഴുതിയത് അല്ലാത്ത പറഞ്ഞ യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും. സ്വർഗത്തിൽ സ്ഥിരമായത് വചനമായത് വേറെ ഏതെങ്കിലും ഒരു ശാസ്ത്ര ഗ്രന്ഥമോ, വേറെ ഏതെങ്കിലും ഒരു പുരാണ ഗ്രന്ഥമോ, വേറെ എന്തെങ്കിലും ഒരു മഹത് ഗ്രന്ഥമോ, വേറെ ഏതെങ്കിലും ഒരു മഹാൻ പറഞ്ഞതോ അതിനെക്കുറിച്ച് ഒരിക്കലും ആരും എഴുതി വെച്ചിട്ടില്ല. ഇത് സ്വർഗത്തിലേക്ക് സ്ഥിരമായിരുന്നതാണെന്നുള്ളത്. ഹല്ലേലൂയ. ഈ വചന കൃപയാൽ, ദൈവകൃപയാൽ, ദൈവസ്നേഹത്താൽ, ദൈവകാരുണ്യത്താൽ, ദൈവത്തിന്റെ അവൻ വലിയ മനസ്സറിയുന്നാല് എനിക്ക് നിനക്കും കിട്ടിയെങ്കിൽ അവനിത് പ്രമാണിപ്പാൻ നാം ബാധ്യസ്ഥരാണ്. വേദനയിൽ നിന്നോട് പറഞ്ഞു അവൻ സ്തോത്രം വിശ്വസിക്കുകയും ജ്ഞാനമേൽക്കുകയും രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിൽ അകപ്പെടും. നമ്മളിന്ന് കേട്ടു, അത്ര ശക്തമായിട്ട് കേട്ടു. സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരണം, സന്തോഷത്തോടെ കോരണം. ഇതാരേലും പിടിച്ചു തോന്നാൻ ഈ ആടിനെ നടത്തി കയറ്റുന്ന പോലോ അല്ലെ കൂട്ടിയെ വെള്ളത്തിൽ ചാടിക്കുന്ന പോലെ ഉള്ളതല്ല. ആരും ദുഃഖത്തോടല്ല ചെയ്യേണ്ടത്. സന്തോഷത്തോടെ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കണം. ദൈവത്തിന്റെ കൽപ്പനയായിട്ട്. ദൈവത്തിന്റെ കൽപ്പനയാ. ഒരു കിണർ ദൂരെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കെട്ടിയടച്ച് വെച്ചിരിക്കുന്നേ അറിയത്തുള്ളൂ. ഇതിനകത്തുള്ള വെള്ളത്തിന് ഏത് നിറമാണോ, വെള്ളം എന്താണെന്നോ ആരും അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ നിന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തില്, നിന്റെ ഹൃദയത്തില് അവൻ എന്തുവന്ന് എങ്ങനെ അവൻ മാറ്റം വരുത്തുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. കാറ്റ് എവിടെ നിന്ന് വന്നോന്ന് ആരും അറിയുന്നില്ല, എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. പക്ഷെ കാറ്റുണ്ടെന്ന് മാത്രം അറിയാം. കാറ്റിനതിന്റെ ശക്തിയുണ്ട്, കാറ്റിനതിന്റെ രൂപാന്തരമുണ്ട്, കാറ്റിനതിന്റെ ബലമുണ്ട്, കാറ്റിനതിൻ്റെതായ അധികാരമുണ്ട്, കാറ്റിനതിൻ്റെതായ ഓർഡിനൻസുണ്ട്, കാറ്റിനതിൻ്റെതായ നിയമമുണ്ട്. അതിന് മേലെ ജനഹസ്തത്വം മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ സ്തുതിക്കുന്നു. ആമേൻ. നിങ്ങളെല്ലാം വെളിച്ചത്തിന്റെ മക്കൾ. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. യു ആർ ദ ചിൽഡ്രൻ ഓഫ് ജീസസ്. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ദൈവം പറഞ്ഞു നിങ്ങളെല്ലാം
വെളിച്ചത്തിന്റെ മക്കൾ. അതിന്റെ അർത്ഥം എന്തോ? നിങ്ങളെല്ലാം ഹായ് കമ്മിങ് ബാക്ക് ടു 1 John 3:1. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. സ്നേഹം, കൃപ, സ്നേഹം, ഗ്രേസ്, സ്നേഹം, അതോറിറ്റി, സ്നേഹം. ഹല്ലേലൂയ. സ്നേഹം എന്ന വാക്കിന് വളരെ വിശാലമായ അർത്ഥങ്ങളാണ്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം അല്ലെ 10-15 രൂപ എടുത്ത് നമുക്ക് അധികാരമുണ്ട്. വെള്ളം വേണമെങ്കിൽ ഓർഡർ ചെയ്യാനോ ഒക്കെ അധികാരമുണ്ട്. സ്തോത്രം വീട്ടിൽ ചോറ് വെക്കണോ ബിരിയാണി വെക്കണോ അല്ലെങ്കിൽ നമുക്ക് അധികാരമുണ്ട്. സ്നേഹത്തോടൊപ്പം അധികാരം വരുന്നു, സ്നേഹത്തോടൊപ്പം ഉത്തരവാദിത്വം വരുന്നു, സ്നേഹത്തോടൊപ്പം കൃപ വരുന്നു, സ്നേഹത്തോടൊപ്പം ദൈവത്തിന്റെ ബലം വരുന്നു, സ്നേഹത്തോടൊപ്പം ഡിവൈൻ നിയോഗം, ദൈവിക നിയോഗം കടന്നു വരുവാന് ഇടയായി ചെയ്യും. രക്തം ജയമെടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെയൊക്കെ മക്കൾ വളർന്നു വരുമ്പോഴത്തേക്ക് സ്നേഹമുള്ളവണ്ട് എന്താ പറയും? ആ വണ്ടി വേണ്ടി ഒന്ന് എടുത്തോണ്ട് പോകുമോ? സ്തോത്രം. സ്നേഹം ഉണ്ടെങ്കിൽ എന്താ പറയും? ആ നീ ഒരു കാര്യം ചെയ്യും, ആ എന്നാ പോക്കറ്റ് മണി ചോദിച്ചു. ഇപ്പോഴൊക്കെ മുട്ടയിൽ വിരുന്ന് പോക്കറ്റ് മണി ചോദിച്ചു. സ്തോത്രം. ഞാൻ എൻ്റെ സ്റ്റുഡന്റിനോട് ചോദിച്ചു പറയാം നിനക്ക് എത്ര പോക്കറ്റ് മണി കിട്ടുന്നത്? 100 dirham per week. 100 dirham per week. സ്തോത്രം. 100 dirham per week ആണ് പോക്കറ്റ് മണി കിട്ടുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് സ്നേഹമുള്ളതുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം, യേശു എന്നെ നിർവഹിച്ചുകൊണ്ട് എന്ന് പറയുന്നു. ആമേൻ. നിങ്ങൾ ആമേൻ വെളിച്ചത്തിന്റെ മക്കൾ. ആമേൻ. ഞാൻ യേശുവിന്റെ മകളാ, ഞാൻ യേശുവിന്റെ മകളാ. യേശുവിന്റെ മകനും മകളുമായി തീരുന്നത് ആമേൻ ലോഹ്യമായതുകൊണ്ടല്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങള് പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു വലിയ എടുത്തപ്പങ്ങാത്ത പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അവിടെ കൊണ്ടുവച്ച് ഇതിനകത്ത് മുട്ടായി എല്ലാം കൂടെ അടിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ പിള്ളേരെല്ലാം കൂടെ വരും. ഞങ്ങൾ മോനെ മോളെന്നൊക്കെ വിളിക്കും. എന്നിട്ട് അവിടെ തീർന്നു. വേണമെങ്കിൽ മുട്ടായും കിട്ടും, പോവുകയും ചെയ്യാം. സ്തോത്രം. അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പെട്ടി അടച്ചു വെച്ച് അകത്ത് മുറിയിലോട്ട് വെച്ച് കൂട്ടി കഴിച്ചു. സ്തോത്രം. പിന്നെ മക്കളൊക്കെ എവിടെ കാണത്തുള്ളൂ? മക്കളൊക്കെ മുറിക്കകത്ത് കാണും, വന്നവനൊക്കെ അവന്റെ പാട്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ അധികാരത്തോടെ അവകാശത്തോടെ സത്യത്തിൽ ദൈവപ്രമാണത്തിൽ നിന്നെ ദൈവം വിളിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ വൈദ്യരായിരിക്കണം. ലൂക്കോസ് 15-ാം പറയുന്നുണ്ട് അപ്രകാരം മാനസാന്തരപ്പെടുന്ന ഭാവിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ വലിയ സന്തോഷമുണ്ട്. മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ട്. രക്തം ജയമെടുക്കുന്നു. സ്തോത്രം. യേശുവിന്റെ മക്കൾ ദൈവമക്കൾ. 1 John 3:1. സ്തോത്രം. ഞാൻ വീണ്ടും മുമ്പോട്ട് പോകുന്നു. ഹല്ലേലൂയ. 9:1-2-3. How great is the love of the Father has lavished on us, Amen. that we should be called children of God. We should be called. The children of God. We may be called എന്നല്ല പറയുന്നത്. We should be called children of God. Hallelujah. Hallelujah. ഓരോരുത്തനെ അവൻ ദൈവത്തിന്റെ പൈതൽ അവനോ തന്നെ എണ്ണിക്കൊള്ളാൻ. We came from a seed which came from heaven. ഇത് ഭൂമിയിൽ കിട്ടുന്ന ഒരു സംഗതിയല്ല. ഭൂമിയിലെ മനുഷ്യൻ പറഞ്ഞ കേട്ടാണ് നമ്മൾ അനുസരിച്ചത്. ഒരു ദൈവകൽപ്പനയായതുകൊണ്ട് അനുസരിച്ചത്. ദൈവകൽപ്പനയാണ് ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയുകൊണ്ട് നമ്മൾ അനുസരിച്ചത്. അതുകൊണ്ട് പറയുന്നത് ദൈവത്തിന്റെ വചനത്താൽ കടാത്ത ബീജത്താൽ തന്നെ ജനിച്ചു വരുന്നവർ. നശിച്ചു പോകുന്ന ബീജമല്ല ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വന്നു, ഇത് പൊട്ടിമുളച്ചു, നല്ലൊരു ഫലമായിട്ട് അവന്റെ കൽപ്പന അനുസരിപ്പാനിടയായിട്ട്. ഹല്ലേലൂയ. അതൊരിക്കലും നമുക്ക് ലജ്ജയ്ക്ക്, നിന്ദയ്ക്ക്, അവമാനത്തിന് കാരണമായി തീരത്തില്ല. മോശെ ഹോരേബിനടുക്കെ ചെന്ന് ചെരുപ്പഴിച്ചു വെച്ചെന്ന് വിചാരിച്ചു അവനെ ആരെങ്കിലും ഷെയിം പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. ഷെയിം മോശെ ചെരുപ്പഴിച്ച് പറയുന്നുണ്ടോ? ഷെയിം മോശെ കിടൂടി താഴെയിട്ട് പറയുന്നുണ്ടോ? ദൈവത്തിന് വിചാരിച്ചിട്ട് ലോകപ്രകാരമുള്ള ലജ്ജയെല്ലാം മാറി. ലോകപ്രകാരം ഏതൊരു വിഷയത്തിൽ നീ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു വിഷയത്തിൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ കർത്താവ് ഭാരം എടുക്കുവാൻ ഇടയായി തീരും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരി ഒരുത്തി ഭാരം ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റും, ഇങ്ങോട്ട് ഞാൻ പിടിച്ചോളാം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും 5 കിലോ അരിയോ അല്ലെങ്കിൽ 2 കിലോ പഞ്ചസാര പിടിച്ചോ ഞാൻ എന്താ പറയാം? ഐ ക്യാൻ റൈറ്റ്ഫുള്ളി അതോറിറ്റേറ്റീവ്ലി സേ ദാറ്റ് നിന്റെ ഭാരം യേശു എടുക്കണമെങ്കിൽ there is no other go, you have to obey the command. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ നിന്റെ ഭാരം യേശു എടുക്കാൻ. നിന്റെ ഭാരം മാത്രമായി എന്റെ മേൽ വെച്ചുകൊള്ളുക. ഞാൻ നിന്നെ പുലർത്തുമെന്നുള്ള ശബ്ദം നിനക്ക് കേൾക്കണമെങ്കിൽ, അതിന്റെ ജീവിതം അന്വർത്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് കം ടു ദ ലോർഡ് ആൻഡ് ഒബേ ഹിസ് കമാൻഡ്. പ്രൈസ് ഗോഡ്.
കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാജാവിന് മുമ്പിൽ ചെന്നിട്ട് ഈ വഴി അങ്ങ് പുറത്തോട്ട് പോകുമെന്ന് കൈ ചൂണ്ടി കഴിയുമ്പോഴത്തേക്ക് അല്ല സേവൻ വന്ന് ഇതുവഴി പോകുമെന്ന് പറയുമ്പം പറ്റത്തില്ല, ഞാൻ വന്ന വഴിയെ പോകുമെന്ന് പറയാൻ പറ്റുമോ? You cannot go back to the same room. You cannot go back to the same place. You cannot go back to the same worship. In the name of Jesus. Hallelujah. ദൈവത്തിലേക്ക് കടന്നു വന്ന് കർത്താവിന്റെ പ്രമാണം ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവപ്രമാണത്തിൽ അടിയുറച്ച് സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്തിൽ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവമക്കൾ അവനെ വേർതിരിക്കുന്ന ദൈവമാണ്. രാഹാബ് നശിച്ച് നാറാണക്കല്ലാകാൻ പോയ ഒരു നഗരത്തില് ഒരുത്തി ഉണ്ടായിരുന്നു. നശിച്ച് നാറാണക്കല്ലാകാതിരിക്കാൻ അവളെ കുറിച്ച് ദൈവം കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് അവിടെ ദൈവമക്കൾക്ക് സഹായം ചെയ്യുവാനിടയായിരുന്നു. രാജാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ രാജ്യത്തിന്റെ നിയമം വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ദൈവമക്കളുടെ സ്തോത്രം കൂട്ടാളിയായി തീരുവാനിടയായി തീർന്നു. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ആ ദേശം ചുട്ടുനാമൻ ഇടിച്ച് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ, ദൈവത്തിന്റെ കരം അതിന്മേൽ വന്നപ്പോൾ, എരിഹോ മുതൽ ഇടിഞ്ഞു പോയപ്പോൾ അമ്മൻ അവളോട് പറഞ്ഞു, ഈ ഒരു ചുവപ്പ് ചരട് ഈ മതിലിന്റെ പൊളി കൂടെ പുറത്തോട്ടിട്ടേക്കണം. കിളിവാതിൽ വഴിയെ താഴേക്ക് ചുവപ്പ് ചരടിടുമ്പോൾ സേനാനായകൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, എവിടെയെങ്കിലും വീടിന് മുമ്പിൽ നിന്ന് ചുവപ്പ് ചരട് താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ കുടുംബത്തെ നിങ്ങൾ ജീവനോടെ രക്ഷിക്കണം. ചുട്ട് ചാമ്പലാക്കിയ ഒരു നഗരത്തിൽ നിന്ന് ജീവനോടെ ഇതാ ഒരേ ഒരു കുടുംബം പുറത്തു വരുന്നു. രാഹാബെന്ന വേശ്യയുടെ കുടുംബം. അവിടെ ജീവിതം ഉണ്ടാക്കുന്നതെയും ചോദിക്കുന്നില്ല. പക്ഷേ അവിടെ അന്ന് രൂപാന്തരപ്പെടുവാനിടയായിരുന്നു. രക്തം ജയമെടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നീ എന്തായിരുന്നു, നീ എന്ത് ചെയ്യുന്നതിന്റെ കർത്താവിനെ അറിയണ്ട. ഇന്ന് മുതൽ നീ കർത്താവിന്റെ വിശ്വസ്തയോടെ കടന്നു വന്ന് ദൈവത്തിനകത്ത് മുന്നേറുമ്പോഴെന്ന് മാത്രമേ ഉള്ളൂ യേശു നിന്നോട് ചോദിക്കുന്നത്. കണ്ണീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ കർത്താവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. സ്വർഗത്തിന്റെ കൽപ്പനയാണ്. വേർതിരിക്കുന്ന ദൈവമുണ്ട്. അമ്മ അവളെ വേർതിരിച്ചതുകൊണ്ട്, അവർക്ക് അടയാളം കൊടുത്തതുകൊണ്ട് നശിപ്പിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ അവളെ എണ്ണുവാൻ എന്റെ ദൈവത്തിന് തിരുമനസ്സായില്ല. തന്നെ പിൻപറ്റിയവരെ രക്ഷിക്കുന്ന ഒരു ദൈവം, തക്ക സമയത്ത് വിടുവിക്കുന്ന ഒരു ദൈവം, നാശകാലത്ത് വിടുവിക്കുന്ന ഒരു ദൈവം, തകർച്ചയിൽ രക്ഷിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നതിനാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത്. വേറെ ഒരു കൂട്ടര് അപ്പത്തിന്റെ ഭവനം ബേത്ലഹേമിൽ നിന്ന് തപ്പിപ്പിടിച്ചു പോയി വേറെ കണ്ട അപ്പം ഉണ്ടെന്ന് പറഞ്ഞു. ദൈവന്റെ മോഹാപ്പം. ദൈവം പറഞ്ഞങ്ങോട്ട് പോകരുതെന്ന് ദൈവജനത്തെ വിട്ടിട്ട് തപ്പിപ്പിടിച്ചു പോയി. അവിടെയും ഭയങ്കര മേളമുണ്ട്, അവിടെയും ഭയങ്കര മേളമാ, അവിടെ ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. രക്തം ജയമെടുക്കുകയാ. അവിടെ നിന്ന് മനോഹരമായിരുന്നു, അവിടെ നിന്ന് സമൃദ്ധി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് പുഷ്ടി ഉണ്ടായിരുന്നു. നബിരതയിലും നശിച്ചു കഴിഞ്ഞപ്പോൾ, കൈവിടേണ്ടവർക്ക് കൈവിടപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ, ആരോരുമില്ലാതെ ഏതുമില്ലാതെ പിന്നെ ഒരേ ഒരു പ്രത്യാശ, അവൻ അപ്പത്തിന്റെ ഭവനം മാത്രമായിരുന്നു. വധം കേൾപ്പിക്കുന്ന ഇടം അപ്പത്തിന്റെ ഭവനം, അപ്പത്തിന്റെ ഭവനം. അവിടേക്ക് ഒരു മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അതിന് മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട പദവിയില് നമ്മളൊരു ബോവാസനെ കാണും. ആ കുടുംബത്തിന് സ്തോത്രം സംഭവിച്ചത് ഒരു ദേശത്തിന്റെ വിടുതലിന് കാരണമായി തീരുവാനിടയായിരുന്നു. രക്തം ജയമെടുക്കുന്നു. അവൻ മടക്കി വരുത്തുന്ന ദൈവം, മടക്കി വരുത്തുന്ന ദൈവം. കല്ലേറേറ്റു വാങ്ങുവാൻ വേണ്ടി മരണം മാത്രം മുന്നിൽ വിധിക്കപ്പെട്ടവളായി ആരോരുമില്ലാതെ ഏതുമില്ലാതെ ആരും ജാമ്യം പറയാനില്ലാതെ ആരും പക്ഷം പറയാനില്ലാതെ തകർന്ന ഒരു സ്ത്രീ യേശുവിന് മുമ്പിൽ ഒന്ന് വീഴുവാനിടയായി തീർന്നു. ഭാഗ്യവശാൽ യേശുവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് എറിയാൻ വന്നത്. രക്തം നീ നിത്യതയ്ക്കായിട്ട് കണ്ടുപിടിക്കപ്പെട്ടവനാണെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടവളാണെങ്കിൽ അവൻ യേശുവിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. യേശു രക്ഷിക്കുന്ന വീരനായിട്ട്, യഹോവ രക്ഷിക്കുന്ന വീരനായിട്ട് ആ സ്തോത്രം അവൻ കർത്തന്മാരുടെ മധ്യ എഴുന്നേറ്റ് വരുവാനിടയായി തീർന്നു. ആർക്കും വിധി പ്രസ്താവിക്കാൻ പറ്റാത്ത അവസരത്തില് ദൈവത്തിന്റെ വിധിയോടെ വരുവാനിടയായി തീർന്നു. മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവൻ മുതൽ ഇളയവൻ വരെ എറിയാൻ കൊണ്ടുവന്ന് കല്ലുവിട്ടിട്ട് ഓടിപ്പോകുവാനിടയായി തീർന്നു. യേശുവിനോട് ഒന്നേ പറയാനുള്ളായിരുന്നു, പോകാ, ഇനി പാപം ചെയ്ത് നിന്റെ മുമ്പത്തെ ജീവിത രീതിയിലേക്ക് നീ മടങ്ങി പോകരുത്. യേശുവിന്റെ സ്നേഹത്തിന്റെ ദൂരം, യേശുവിന്റെ സമാധാനത്തിന്റെ ദൂരം, യേശുവിന്റെ കൃപയുടെ ദൂരം, യേശുവിന്റെ വിടുതലിന്റെ ദൂരം നീ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതുര മനജന സുഖം തുറക്കപ്പെട്ട ഹൃദയങ്ങളുടെ പാടികളിലേക്ക് യേശുനാമത്തിൽ എഴുതപ്പെടട്ടെ. രക്തം ജയമെടുക്കുന്നു. കർത്താവ് ഏത് കല്ലിലല്ല, മാംസത്തിന് അക്ഷരമായി കൊത്തിയിരിക്കുന്ന, അക്ഷയമായി കൊത്തിയിരിക്കുന്ന, ഒരിക്കലും നശിച്ചു പോകാതെ കൊത്തിയിരിക്കുന്ന ഹൃദയം അനുഗ്രഹിക്കപ്പെട്ട ദൂതായി തീരട്ടെ. ജീവിതങ്ങൾക്ക് രൂപാന്തരപ്പെടുന്ന, അനുഗ്രഹം പകരുന്ന, അനേകരോട് പറയപ്പെടുന്ന, റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന, കർത്താവെ സ്തോത്രം ഘോഷിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂതായി അവരോട് ഞങ്ങൾ സഹായം ഏൽപ്പിക്കുന്നു. കർത്താവെ ശബ്ദപരിധിയില് വേദനയുടെ പ്രയാസത്തോടെ രോഗത്തോടെ ആരോടും പറയാത്ത അവസ്ഥയിൽ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവൻ പരസ്യമായി അവൻ കർത്താവെ ഒരു മുറിവേറ്റവരും കർത്താവെ ലജ്ജിതനുമായിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ആരോരുമില്ലാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ എന്റെ നാമത്തെ അവർക്ക് സൗഖ്യം കൽപ്പിക്കുകയാണ്, അവർക്ക് വിടുതൽ കൽപ്പിക്കുകയാണ്. കർത്താവിന്റെ മാംസപരി എഴുതപ്പെടട്ടെ. ഉദരമനജന ഹസ്ത
കർത്താവേ ആശ്വാസമായിട്ട് നേരിട്ട് കർത്താവേ വേർതിരിക്കപ്പെട്ടവരായി കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായി കർത്താവിനാഥ് മടക്കി വെച്ചപ്പെട്ടവരായി കർത്താവിനാഥ് സ്വർഗ്ഗത്തിൽ പേരെഴുതപ്പെട്ടവരായി ദൈവത്തിന്റെ അത്ഭുതം കാണുന്നവരായി ഹല്ലേലൂയ. ആദരിക്കുന്ന കൃപയ്ക്കായിട്ട്